എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. രാവിലെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് RSI മുകളിലേക്കാണെങ്കിൽ ബ്രേക്കൗട്ട് മുകളിലേക്കായിരിക്കും എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. പക്ഷേ RSI ക്രോസ് ഓവറായി മുകളിലേക്ക് വന്നെങ്കിലും നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്കൗട്ടായി പോയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും കൺസോൾട്ടേഷനായി മാർക്കറ്റ് താഴത്തോട്ട് പോരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. മാർക്കറ്റ് താഴത്തോട്ട് പോന്നു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് 3 വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലൈവിൻ്റെ, ഇന്നത്തെ ലൈവിൻ്റെ. അപ്പോൾ പറഞ്ഞ രീതിയിൽ എങ്ങനെയായിരുന്നു മാർക്കറ്റ്, ഏതൊക്കെ രീതിയിലാണ് മൂവ് ചെയ്യുന്നതെന്നെല്ലാം 3 വീഡിയോയിലായിട്ടുണ്ട്. അപ്പോൾ ദയവേത് ആ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയോ ചെയ്യുന്ന ആൾക്കാർ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ, അതായത് ഇന്ന് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തൊട്ട് മുമ്പുള്ള വീഡിയോസും കൂടെ കാണാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. തികച്ചും എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്ക് നേരെ എന്തായിരുന്നു വ്യൂവിലേക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് റെഡ് ക്യാൻഡിലിന് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഏകദേശം ഒരു 10:15 കഴിഞ്ഞാലൊക്കെയാണ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ലൈനിന് മുകളിൽ 60% ക്യാൻഡിൽ ക്ലോസ് ആയാൽ അപ്പ് സൈഡിലേക്ക് ചെറിയൊരു കൺസോൾട്ടേഷൻ, കാരണം മേളിലൊക്കെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും അത് അതേപോലെ തന്നെ തിരിച്ച് താഴത്തോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഹിഡൻ ആയിട്ടുള്ള 2 സപ്പോർട്ടുകളും ഉണ്ട് എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, രാവിലെ തന്നെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഉണ്ടായി, അത് പ്രീവിയസ് ആയിട്ടുള്ള ലെവലിൽ ഹിറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോന്നു, ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തു, നേരെ മാർക്കറ്റ് ഫാളായി. ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നത്. ഓക്കെ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ബ്രേക്കൗട്ട് വരുമ്പോൾ ഒരു 60% എങ്കിലും ക്യാൻഡിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവപ്പ് ആയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു എന്നൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ആയത് അവിടെ തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വലിയ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല.
അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ആരോ എടുത്ത് മാറ്റേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവലുകൾ ഏതാണോ അതുതന്നെയാണ് മാർക്കറ്റിൽ മുമ്പോട്ട് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,620-ലാണ്. എഗെയിൻ മാർക്കറ്റ് 24,637 കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ 24,629 കൺസോൾട്ടേഷൻ്റെ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി എപ്പോഴാണ് ഒരു ഡൗണിലേക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24,590 എന്നുള്ള ഒരു ലെവല് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡബിൾ സപ്പോർട്ട് ബോട്ടം സപ്പോർട്ട് എടുക്കാനായിട്ട് മേ ബി 24,554 24,540 സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 24,584 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് 24,495-ലേക്കോ 24,413-ലേക്കോ മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. നേരെ മറിച്ച് നിൽക്കുന്ന 24,584 മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണായി 24,584 സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവപ്പ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ലെവൽ 24,672-ആണ്. അതിൻ്റെ മുകളിൽ 60% ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,719-ലേക്കോ 24,766-ലേക്കോ 24,857-ലേക്കോ ഉള്ള ഒരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ചില പർട്ടിക്കുലർ എന്ന് വെച്ചാൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ 60% ഒന്നും ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒറ്റടിക്ക് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മേളിലോട്ടൊക്കെ പോയേക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവിടെ ആ സമയത്തുണ്ടാകുന്ന സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ ചില വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ക്യാൻഡിൽ ഇന്ന ഏരിയയിൽ ക്ലോസ് ആയിട്ടേ നമ്മൾ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ചിലപ്പോൾ ഹൈ വോളിയാണ് അന്നത്തെ ദിവസം അവിടെ നല്ല രീതിയിൽ ലൈവ് മാർക്കറ്റിൽ വളരെ സോളിഡ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്നെ ആ ബ്രേക്കൗട്ട് നല്ല രീതിയിൽ പോകും. അത് ആ സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ RSI ക്രോസ് ഓവർ ചില പർട്ടിക്കുലർ സ്പേസിലൊക്കെ എത്തുമ്പോൾ അവിടുത്തെ പെർഫോമൻസും ക്യാൻഡിൽ നിൽക്കുന്ന ഏരിയ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നൊരു മാസീവ് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് പർട്ടിക്കുലർ ടൈം RSI കർവ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യം ഉണ്ടാവണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പലരും ചോദിച്ചു, ഈ ടൈം ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇത്ര വോളിയം ബ്രേക്കൗട്ട് പറയാൻ പറ്റുന്നു എന്ന് വെച്ചാൽ അത് 3 വർഷമായിട്ട് കണ്ട് ശീലിച്ചത് കൊണ്ടുള്ള എക്സ്പീരിയൻസാണ്. RSI ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വന്ന് നിൽക്കുന്നു, ക്യാൻഡിൽ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന് നിൽക്കുന്നു. അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഈ സുനാമി അല്ലെങ്കിൽ പ്രളയം ഒക്കെ വന്നതുപോലെയുള്ള ആ ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവിടെ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് ആവുന്നത്. അത് നമുക്കൊരിക്കലും മുൻകൂട്ടി പറയാനായിട്ട് പറ്റത്തില്ല. അത് ലൈവ് മാർക്കറ്റിൽ അപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു തിയറി പഠിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ബുക്കുകൾ കുറച്ച് യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് എടുക്കുന്ന പലരും പറയുന്നുണ്ട് അവരുടെ കോഴ്സ് ശരിയല്ല, ഇവരുടെ കോഴ്സ് ശരിയല്ല, അവരെന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇവരെങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നുള്ളതല്ല. പഠിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിൽ മാസ്റ്റർ നമ്മളെടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ്. അതായത് ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഇന്ന കണ്ടുപിടുത്തം നീ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് സാറുമാർ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. സാറുമാർ പഠിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് അവർ അത് തന്നെ പ്രൊമോട്ട് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ പരീക്ഷണങ്ങൾ ഓരോ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കണേ. ആ ശാസ്ത്രജ്ഞന്മാരുടെ അതേ തുല്യ പ്രാധാന്യം തന്നെയാണ് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച്. അപ്പോൾ ആ ട്രേഡർ ചികഞ്ഞ് ഗവേഷണം നടത്തിയിട്ടാണ് ഒരു സേഫായിട്ടുള്ള റൂട്ട് ഒരു ട്രേഡർക്ക് മനസ്സിലാവുന്നു. അല്ലാതെ പഠിപ്പിക്കുന്ന ആളെയോ പഠിക്കുന്ന എല്ലാവരും ഒരേപോലെ അല്ല. ചില ഒരാളുകൾ ബിസിനസ്സിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്നവരുണ്ട്. അതൊന്നും പേരെടുത്ത് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ നല്ലതുമുണ്ട് ചീത്തമുണ്ട്, കള്ളനുമുണ്ട് പോലീസും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു നാണയത്തിന് 2 വശമുള്ള പോലെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, മോശമായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോശം വഴിയിലൂടെ വന്ന ഒരാളൊക്കെ തന്നെയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ ഇന്ന് അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തൊരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവും. ഇതിൽ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്, 3 മണിക്ക് ലൈവ് മാർക്കറ്റ് വ്യൂ ഷെയർ ചെയ്ത ഒരു ലൈവ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വീഡിയോ ലൈവ് തുടങ്ങി ചാർട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ ക്വിക്ക് എൻട്രി എടുത്തിട്ടുള്ള വീഡിയോ ആണ് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടായ ഒരു ഗുണം, കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻഡെക്സിൽ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വ്യൂസ്. എന്താണ് 24,672 മുകളിലേക്ക് 24,719, 24,776, 24,887, ലോവർ ലെവലിൽ 24,540 സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട് 24,495, തേർഡ് സപ്പോർട്ട് 24,413, ഇൻ ബിറ്റ്വീൻ 24,672, അതേപോലെ തന്നെ 24,584. ഇതിനുള്ള ഉള്ളിലുള്ള ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു കൺസോളിഡേഷൻ സോണാണ്. ഈ സോണിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഒരു ഫ്ലെക്സിബിൾ മൂവ് കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ അകത്ത് നമുക്ക് സ്കാൽപ്പ് ചെയ്ത് അത്യാവശ്യം പരിമേടിക്കാനുള്ള ഫണ്ട് ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ടോപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, സിക്സാഗ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം. ഫ്യൂച്ചർ ചാർട്ട് നമ്മൾ ഇന്നൊരു ലെവൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവലിന് താഴെ ക്യാൻഡിൽ നിലവിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് ടോപ്പർ ലെവലിലും ഒരു ഫാൾ ബ്രേക്കൗട്ട് ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ബ്രേക്കൗട്ടായിട്ട് 60% ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. ചെറിയൊരു ബ്രേക്കൗട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവാം, നമ്മളെ ട്രാപ്പിലാക്കാം എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ ആയി. പിന്നെ അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് വന്നപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ ലെവലിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. ഇതിൽ കൂടുതലൊരു ചാർട്ട് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി എപ്പോഴാണ് ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 24,630, 620 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമുക്ക് 24,540 ഭാഗത്തേക്കും, പിന്നെ അവിടെ നിന്ന് ഡൗൺ ആയ ലുക്ക് 24,360 പക്ഷേ 24,510 എന്നുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് കൂടെ അവിടെ സപ്പോർട്ട് കൂടെ ഉണ്ടെന്ന് ഓർക്കുക. മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആവണമെങ്കിൽ 24,750 ബ്രേക്ക് ചെയ്താൽ 24,787, 24,825, 24,881, 24,930 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ നാളെ രാവിലെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ചെറിയൊരു അപ്പ് മാർക്കറ്റിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 24,712, 24,720 ടച്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മേ ബി അടുത്തൊരു മൂവ്മെൻറ്റ് വരാൻ. നാളത്തെ മാർക്കറ്റ് 24,675 താഴെ ക്ലോസ് ചെയ്താൽ തിരിച്ചു മുകളിലോട്ട് വരുമ്പോഴായിരിക്കും ഈ ലെവലിലേക്ക് മൂവ് ചെയ്യണം. അത് നമ്മൾ RSI കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഡയറക്ഷൻ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫ്യൂച്ചർ ചാർട്ടിൽ പറയാനായിട്ടുള്ളത്. പിന്നെ സ്ട്രൈക്ക് നമുക്ക് നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന 24,500, 24,600. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 24,800, 24,700 ആണ്. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്താണ് സംഭവിച്ചേക്കണമെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോണത്. മുമ്പ് വ്യൂ ഒന്ന് അത് ഇന്നലെ വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ നിഫ്റ്റിയാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. പോകാം ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഏത് രീതിയിലായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞത് നിലവിലത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഡൗണും, അല്ലാത്ത പക്ഷം ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് കൺസോളിഡേഷൻ സോണാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു കൺസോളിഡേഷൻ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച ലൈനിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്ത് നിന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വ്യൂ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നാളത്തേക്കും പറയാനായിട്ടുള്ളത്. 53,656 ബ്രേക്ക് ചെയ്ത് നല്ല വോളിയം കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 54,445 ഭാഗത്തേക്ക് പോകാനുള്ളത്. അപ്പോൾ നാളെ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നാളെ ബ്രേക്കൗട്ട് കിട്ടി എക്സ്പയറി ഡേ അല്ലല്ലോ, മന്ത്ലി എക്സ്പയറി അല്ലേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയ ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട്.
53,845 ഹിഡൻ ആയിട്ടുള്ള 845 ഓൾമോസ്റ്റ് 868 ഒരു ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അതും ബ്രേക്ക് ചെയ്താലാണ് 54,445 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ 53,382 താഴെ ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് 53,151 52,656 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ഒരു വ്യൂ മനസ്സിൽ കാണുന്നത്. ഒന്നും കൂടെ പറയാം, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വാല്യൂ ചേഞ്ച് ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ നോക്കാം. ഫ്യൂച്ചറിൽ നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് വരച്ചു വെച്ചിരിക്കേണ്ട ഒരു സോണിന് പുറത്തേക്ക് ഒരു 60% ക്യാൻഡിൽ ഇതുവരെ മാർക്കറ്റിൽ ഫോം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ 53,760 മുകളിൽ 53,775 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ മൂവ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന 53,875 ബോക്സിൻ്റെ ടോപ്പർ സൈഡ്. ലോവിലേക്കാണെങ്കിൽ നമുക്ക് 53,650 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 53,550 ഒരു ഹിഡൻ സപ്പോർട്ട് ഉണ്ട്, 53,500 ഒരു ഹിഡൻ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സോണും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാലേ നമുക്ക് ഇതാണ് 53,450 കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 53,247 53,225 അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു 52,800 ഭാഗത്തേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിന് ബാങ്കിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പറയാനായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസത്തെ വ്യൂ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന എല്ലാ ലെവൽസും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ മാറ്റിയത് ആരോയാണ്, ഓക്കെ, സോണാണ് മാഞ്ഞു പോയത്. അപ്പോൾ ഈ ലെവലിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നാളത്തേക്കുള്ള സ്ട്രൈക്ക് പതിവ് പോലെ തന്നെ 53,000 CE 54,000 PE തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നിഫ്റ്റി നമ്മുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും കഴിഞ്ഞ വർഷം കോൺടാക്റ്റ് ചെയ്തവരൊക്കെ പലരും ഇത് പഠിക്കുന്ന കാര്യം പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അവർക്കൊന്നും പറഞ്ഞ പോലെ ചിലവർക്ക് സമയമില്ല, ചിലവർക്ക് തിരക്കാണ്, ചിലവർ നോക്കട്ടെ പിടിക്കട്ടെ, അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോഴാണ് വന്ന് കോണ്ടാക്ട് ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിനിടയിൽ എത്ര കാശുകളാണ് അവരുടെ നിന്ന് പോയെന്ന് ആലോചിക്കുക. നിങ്ങൾ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലോസ് ആയിരുന്നെങ്കിൽ ഇനി മുമ്പോട്ട് പോകും തോറും നിങ്ങൾക്ക് ലോസ് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ശൈലി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന രീതി നിങ്ങൾ മാറ്റി പിടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദയവീത് നിങ്ങൾ അങ്ങനെ ലോസ് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ചുമ്മാതെങ്കിലും ഒരു മാസം എൻ്റെ ഡെയിലിയുള്ള വ്യൂസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും സ്ഥിരമായിട്ടുള്ള വ്യൂസ് നിങ്ങൾ കാണുക. അതിൻ്റെ ലൈൻസൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു മാസം നോൺ സ്റ്റോപ്പായിട്ട് വേറെ ഒരു വീഡിയോയും കാണാതെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ വേറൊരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ മാത്രം നിങ്ങൾ ഒരു മാസം കാണുക. അങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരു 6 മാസം നിങ്ങളൊരു 6 യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ 6 വ്യൂ പറയുന്ന ആളുകളുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും സോർട്ട് ഓർഡർ ചെയ്തിട്ട് ഒരു 2 or 3 മാറ്റി വെക്കുക. അതും സോർട്ട് ഓർഡർ ചെയ്തിട്ട് നല്ല ഇതാണെന്ന് നോക്കിയിട്ട് അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതെന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കാൻ പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ പഠിച്ചിട്ട് ലോസായിട്ട് ഇനിയൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ ഒരു 1 year കൊണ്ട് ഒരു ബ്രേക്ക് ഈവൺ ആവാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ കോഴ്സൊന്നും പഠിക്കാതെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഞാൻ കണ്ടിന്യൂസ് ഒരു സ്ട്രാറ്റജി, എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്ന എല്ലാ ദിവസവും പുതിയതായിട്ട് ഒരാളെങ്കിലും ഇവിടെ
കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ തൻ്റെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോസിന് റീസെയിൽ വാല്യൂ ഇല്ല. കാരണം മറ്റുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കണ്ടൻറ്റ് 5 വർഷം മുമ്പിട്ട കണ്ടൻറ്റ് ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോ നിങ്ങൾ ആലോചിക്കുക, യൂട്യൂബിൽ നിന്നുള്ള വരുമാനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയണ്ട, ഒരു വ്യൂ അനലൈസ് ചെയ്യുമ്പോൾ 10 പേർക്ക് അത് വരുമാനം കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ. എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്താൽ നാളെ 9 മണി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് പിന്നെ വാല്യൂ ഇല്ല, അതൊരു വ്യക്തിയും കാണേണ്ട കാര്യമില്ല. എൻ്റെ 2 വർഷമായിട്ടുള്ള വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ജനുവരി 4-ാം തീയതി ആകുമ്പോൾ 2ാമത്തെ വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ 2 വർഷത്തെ വീഡിയോയും ഒരേ സിസ്റ്റമാണ്, ഒരേ ഫോർമാറ്റാണ്, ഒരേ ശൈലിയാണ്. പിന്നെ അതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരു എന്താ പറയണ്ടേ, അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വ്യൂ ഏത് പ്രകാരമാണ്, നമ്മൾ പറയുന്ന ലെവലിലേക്ക് കൂടുതൽ ഡേയ്സും ടാർഗറ്റ് റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2 വർഷത്തെ പരിശ്രമമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി അതുപോലത്തെ ഒരു മെത്തേഡാണ് നിങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഓൾറെഡി 285 മോർണിംഗ് ലൈവ് ട്രൈ വീഡിയോ, ഒരുപാട് വീഡിയോസ് എനിക്ക് തോന്നുന്നത് ഒരു 250 വീഡിയോ കഴിഞ്ഞാൽ 1 വർഷം നോൺ സ്റ്റോപ്പായിട്ട് ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.